എന്താണ് ഇവരുടെ ഇന്നത്തെ അവസ്ഥ? നമ്മൾ കേട്ടു. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ടെ, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ പൊന്തട്ടെ, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ടെ എന്ന് ഇവർ ഇന്ന് പറയുന്നുണ്ട് എങ്കിൽ അന്നത്തെ അവസ്ഥ എന്താണ്? ഇനി വേറൊരാളുടെ വർത്താനങ്ങൾ കേൾക്കണോ? ആകാശവും ഇടത്തെ കയ്യിൽ 7 ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറ് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 7 ആകാശം വലത്തെ കയ്യിലും 7 ഭൂമി ഇടത്തെ കയ്യിലും വെച്ചിങ്ങനെ അള്ളാന്റെ ഒരു പാവട്ടോ. അല്ലാഹു തആല അതൊന്ന് കേട്ടോ, ഇത് പറഞ്ഞത് മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും പിടിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവൻ അവനക്കിനി നമ്മൾ എന്താ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? ഏതായാലും ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പൊ കൊടുക്കണില്ല. എന്താണ്? അള്ളാഹു അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ്, 7 ആകാശം ഭൂമിയും പിടിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഇത് പറഞ്ഞ ആളൊരു അലവി സക്കാഫി ആളിപ്പോ പെയിന്റ് അടിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്താണ് ആള് അമ്മ അങ്ങനത്തെ ആളൊന്നല്ല, പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ എന്താണ്? ഇല്ല അങ്ങനല്ല, എന്നാലോ ഇതൊക്കെ ഉള്ളിലുണ്ട്. എപ്പോഴാണ് പൂച്ച പുറത്ത് ചാടാന്ന് നോക്കിയാൽ മതി. എന്തായിരുന്നു പറഞ്ഞത്? എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആർക്കും മതി നോക്കാം. 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എപ്പോ? അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങൽ. പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല്? നമുക്കറിയില്ല. മുജാഹിദ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ 1-ാം ആകാശം എന്നത് എവിടെയാണുള്ളത് നിങ്ങൾക്കറിയോ? എവിടെയുള്ളത് 1-ാം ആകാശം? വലത്തെ കയ്യിലെ. കാരണം 7 ആകാശം വലത്തെ കയ്യിലല്ലേ? ഈ വലത്തെ കയ്യിലുള്ള 1-ാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങി വരുന്നത്. ഈ ഇറക്കിലെങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അള്ളാഹു ആണിയായിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാം. ആണിയായിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാം. 1-ാം ആകാശം നിങ്ങൾ കേട്ടല്ലോ.